സാറേ, ഈ RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സർസംഘചാലക് മോഹൻ ഭഗവത്ജി ഡൽഹിയിൽ നടത്തിയ പ്രഭാഷണ പരമ്പര, അതിൻ്റെ സമാപന പ്രഭാഷണത്തിൽ വലിയ ഒട്ടേറെ ചർച്ചാവിധേയമായ വിവാദവിധേയമായ ഒട്ടേറെ വിഷയങ്ങൾ അദ്ദേഹം ഊന്നി പറഞ്ഞു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജനസംഖ്യ പ്രശ്നമായിരുന്നു. 3 കുട്ടികളെങ്കിലും ഇല്ലാത്ത എല്ലാ ജനതയും ലോകത്ത് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസിനെ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യയിലെ ഹിന്ദു കമ്മ്യൂണിറ്റിക്കും അത് ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. ചുരുങ്ങിയത് 3 കുട്ടികളെങ്കിലും വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെതിരായി വന്ന പല പ്രതികരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് നമ്മുടെ OICയുടേതാണ്. OIC പറഞ്ഞിരിക്കുന്നത് അങ്ങനെ 3 പെൺകുട്ടികളെ പ്രസവിക്കുക എന്ന് പറയുന്നത് വലിയ അമിത ഭാരമാണ്, അങ്ങനെ പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് OIC പറഞ്ഞിരിക്കുന്നു. എത്ര കൗതുകത്തോടെയാണ് സാറ് ആ വാർത്തയെ കാണുന്നത്? എനിക്ക് വലിയ കൗതുകം തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സ്ത്രീകളെ പറ്റി ഒരു പരിഗണനയില്ലാത്ത ആളാണ് OIC. വനിതാ സംവരണ ബില്ല് വന്നില്ലേ 33% പാർലമെന്റിൽ, അതിനെ എതിർത്ത് ആകെ 2 പേര്, ഒന്ന് OICയും പിന്നെ അയാളുടെ തന്നെ പാർട്ടിയിലെ വേറൊരു MP ആണ്. അയാള് ഈ OIC വനിതാ സംവരണ ബില്ലിനെയൊക്കെ എതിർത്ത OIC ഇപ്പൊ വലിയ ഫെമിനിസ്റ്റ് ആയിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. OIC പറയുന്നത് 3 കുട്ടികൾ വേണം, ക്രൈസിസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ OIC പെട്ടെന്നൊരു ഫെമിനിസ്റ്റ് കാർഡ് ഇറക്കിയിട്ട് പറയുകയാണ്, ഇത് അധിക ഭാരം സ്ത്രീകളിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഹിന്ദുത്വ അജണ്ട ഹിന്ദു സ്ത്രീകളിലും അല്ലാത്തവരിലുമൊക്കെ എക്സ്ട്രാ ബർഡൻ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സ്ത്രീകൾക്ക് മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്നു. അവരുടെ സ്വതന്ത്ര ഇച്ഛയില്ലേ, ഫ്രീ വിൽ, അതിനെ അടിച്ചമർത്തുന്നു മോഹൻ ഭാഗവത്. എന്നിട്ട് പറയാണ്, നിങ്ങളാരാണ്? OIC ചോദിക്കുക ഭാഗവതനോട്, നിങ്ങളാരാണ് ഈ കുടുംബങ്ങളിലൊക്കെ കയറി ചെല്ലാൻ? എങ്ങനെയാണ് ഇങ്ങനെ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുന്നത്? അവരുടെ മുൻഗണനകൾ സ്ത്രീകളുടെ തീരുമാനിക്കേണ്ടത് അവർ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. 2023 AIMIM MP ഇംതിയാസ് ജലീൽ പിന്നെ OIC ഇവർ 2 പേരും മാത്രമാണ് വനിതാ സംവരണ ബില്ലിനെ എതിർത്തത്. അവർ 2 പേരും മാത്രം. പിന്നെ ഇയാൾ എന്നിട്ട് പറയുകയാണ്, BJPയും RSSും യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നില്ല. ആ കാര്യം പറ, അല്ലാതെ 3 കുട്ടികളുടെ കാര്യമൊന്നും ഇപ്പൊ പറയണ്ടെന്ന്. 2022 ഒക്ടോബറിൽ OIC പറഞ്ഞു കൂടുതൽ കുട്ടികൾ വേണം. അതിന് തിരിച്ചാ പറഞ്ഞു, ഇപ്പൊ പ്ലേറ്റ് മാറ്റിയിരിക്കുക. കൂടുതൽ കുട്ടികൾ വേണം, ജനസംഖ്യാ നിയന്ത്രണം ആവശ്യം ഇല്ല, കാരണം വൃദ്ധജനങ്ങൾ കൂടും, തൊഴിലില്ലാത്ത യുവാക്കൾ ഭീഷണിയുമാകും എന്ന് പറഞ്ഞിരുന്നു. 2022 ജൂണിൽ OIC പറഞ്ഞു 2 കുട്ടികൾ എന്ന നിയമത്തിന് ഞാൻ അനുകൂലിക്കില്ല, രാജ്യത്തിന് അത് ഗുണമല്ല. 2 കുട്ടികൾ എന്നൊന്നും അങ്ങേര് നേരത്തെ അംഗീകരിച്ചിട്ടില്ല. ഇഷ്ടം പോലെ കുട്ടികൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. മോഹൻ ഭാഗവത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ 2.1 എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 0.1 എന്ന് പറഞ്ഞൊരു കുട്ടി ഇല്ലല്ലോ, അപ്പൊ അത് 3 ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അങ്ങനെ 3 കുട്ടികൾ. ഹിന്ദുക്കള് 1951 84.1% ജനസംഖ്യയില്. 2011 ജനസംഖ്യയില് ഹിന്ദുക്കള് 79.8 ചുരുങ്ങി. മുസ്ലിങ്ങൾ 9.8% നിന്ന് 14.2% കൂടി. 5% കൂടി. അങ്ങനെ കൂടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫെർട്ടിലിറ്റി റേറ്റ് തുടങ്ങി കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മൈഗ്രേഷൻ നിയന്ത്രണം, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയാണ് ഞാൻ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത്. 3 കുട്ടികൾ വേണം എന്ന് മോഹൻ ഭാഗവത് പറഞ്ഞതിനെ എതിർത്തല്ലോ ഈ OICക്ക് 6 കുട്ടികളാണ്. അപ്പൊ ഞമ്മക്ക് 6 ആകാം, നിങ്ങൾ ഹിന്ദുക്കൾക്ക് ഞങ്ങളെ മലബാറിൽ 1 അരയോ മതി. അതെ, മലബാറിൽ ചൊല്ലുണ്ട് സാർ, ചാറൊക്കെ നന്ന്, പക്ഷെ മൊല്ലാക്കാക്ക് പാരണ്ടെന്ന് പറയും.
എന്ന് പറഞ്ഞ പോലെയാണത്. എന്തൊരു വൃത്തികേടാണ് സാർ. അല്ലെങ്കിലും ഈ ഒവൈസി കൗതുക വാർത്ത കഴിഞ്ഞോ സാറിന് എന്തെങ്കിലും ചേർക്കാൻ? ഭാര്യയുടെ പേര് ഇത് നമ്മളിനി 6 ചുമ്മാ പറയാണോ എന്ന് ആളുകൾ പറയരുതല്ലോ. ഭാര്യ ഫർഹീസ് ഒവൈസി. ഒന്നേ കണക്കിൽ കാണുന്നുള്ളൂ, അത് കൂടുതൽ ഭാര്യ ഒന്നേ ഉള്ളൂ അല്ലേ? സമാധാനം. അതെ. ഇനി മക്കളുടെ പേര് ഖുദ്സിയ, യാസ്മീൻ, അമീന, മാഹീൻ, അത്തിക, മകൻ സുൽത്താനുദ്ദീൻ. അതാണ്. ഒരു മകനേ ഉള്ളൂ, 5 പെൺകുട്ടികൾ. അങ്ങനെ 6 കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യം പോലെ ഹിന്ദുക്കൾ ഇനിയും കുറഞ്ഞു വരണം എന്നാണ്. മറ്റേ സമുദായ താല്പര്യം നോക്കിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ മത താല്പര്യമൊക്കെ നോക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ഇതിന്റെ ഒരു തമാശ എന്താണ് സാറ്, ഈ കുടുംബാസൂത്രണം വന്ന കാലത്ത് തന്നെ ഈ പ്രത്യേകിച്ച് മതസമുദായ സംഘടനകളൊക്കെ എതിരായിരുന്നല്ലോ. മുസ്ലിം സംഘടനകൾ പരക്കെ എതിരായിരുന്നു. പടച്ചോൻ തരുന്നതിനെ നമ്മൾ എന്തിനു വിലക്കണം? അങ്ങനെയാണ് അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഈ പ്രസവിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കാണുക. 10ഉം 14ഉം ഒക്കെ പെറ്റ അമ്മമാരാണ് സർ. അതെല്ലാ സമുദായത്തിലും അങ്ങനെയായിരുന്നു. അത് മനുഷ്യൻ്റെ ഒരു ബോധ നിലവാരത്തിൻ്റെ ഒരു കാലമാണ്. അവിടെ നിന്നാണ് ശാസ്ത്രം വന്നത്. ആരോഗ്യബോധം, കൃഷിക്ക് മറ്റേ മക്കൾ വേണം. അതെ അങ്ങനെ ഒരു കാലമല്ലേ. അതേ സമയത്ത് ആരോഗ്യബോധം വന്നു. മരിച്ചാലും പ്രശ്നമില്ല, പടച്ചോൻ തന്നതാണ്, പടച്ചോൻ തിരിച്ചെടുത്തു. അതിന് പകരം ഒരു കുട്ടിക്ക് ജന്മം കൊടുത്താൽ ആ കുട്ടിയെ ആരോഗ്യത്തോടെ വളർത്തുക, അവൻ ഉത്തമ പൗരനായി തീരുക, എന്നിട്ട് കുടുംബത്തിനും സമൂഹത്തിനും നാടിനും ഗുണകരമായി തീരുക. ഇങ്ങനെയുള്ള ആധുനികം എന്ന് വെച്ചാൽ നല്ല മാനവികമായ സങ്കല്പങ്ങളൊക്കെ വന്നത് പിന്നീടാണ്. തുർക്കുമാൻ ഗേറ്റിൽ എന്താണ് ഈ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിക്കേണ്ടി വന്നത്? പിടിച്ചുകൊണ്ടുപോയാലേ പോവുള്ളൂ, അല്ലാതെ പോകുന്നില്ല എന്നുള്ള അവസ്ഥ വന്നുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ സ്വമേധയാ ചെല്ലൂലേ, ഒരു ബക്കറ്റും കിട്ടും, എന്തോ പ്രത്യേക അലവൻസൊക്കെ കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടി വന്നത്? അപ്പോൾ എല്ലാ സമുദായങ്ങളും എതിരായിരുന്നു. പിന്നെ പതുക്കെയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കാര്യം ഞാൻ പറയാം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും സഭകൾ എതിർത്തിട്ടുണ്ട്. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ സാമുദായികമായ എതിർപ്പുണ്ടായിരുന്നു എനിക്കറിയില്ല. ഹിന്ദു കമ്മ്യൂണിറ്റിയിലും എനിക്കൊക്കെ അറിയാവുന്ന ഒരുപാട് കമ്മ്യൂണിറ്റിയിലും സ്വാമി ശ്രദ്ധാനന്ദയെ പോലുള്ള ആളുകൾ, ശ്രദ്ധാനന്ദയുടെ ഹിന്ദു സംഘടൻ എന്ന് പറഞ്ഞൊരു ഹിന്ദി പുസ്തകം ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത് കുറേ കാലം മുമ്പേ ഈ ഭീഷണി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് ഈ ഹിന്ദുക്കളിൽ ഈ ഇങ്ങനെ ഇത് കുറഞ്ഞു വരുന്നു എന്നുള്ളത്. അതിന്റെ ഒരു കാരണം അദ്ദേഹം പറഞ്ഞത് എന്താ അറിയാമോ? ബാലവിവാഹം. അതായത് കുട്ടികളെ വയസ്സന്മാരെ കൊണ്ടൊക്കെ കല്യാണം കഴിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? 15 വയസ്സുള്ള കുട്ടിയെ 80 വയസ്സുള്ള നമ്പൂരി കിട്ടുന്ന പരിപാടി. ഇങ്ങനെ ആ നമ്പൂരി ചത്തുപോകുമല്ലോ. തീർച്ചയായിട്ടും. ഇവര് പിന്നെ വിധവ കല്യാണം കഴിക്കാൻ പാടില്ല, വിധവാ വിവാഹം ഇല്ല. തീർച്ചയായിട്ടും. അങ്ങനത്തെ കുറെ അനാചാരങ്ങൾ ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇത്തരം അനാചാരങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ല എന്ന് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. അത്തരം അനാചാരങ്ങൾ അത്രയും ആ തരത്തിലുള്ളതില്ല. പക്ഷേ ഈ കാര്യത്തിൽ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. കുടുംബാസൂത്രണം പാടില്ല എന്ന അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ പതുക്കെയാണ് അത് മാറിയത്. ഞാൻ കണ്ടെടുത്തോളം ലോകത്തിലെ ആദ്യമായി ഒരു കൃത്യമായ ഡിഗ്രി പോലെ ഒരു ഫത്വ പോലെ കൊടുത്തത് യൂസുഫുൽ കർലാവി, അടുത്ത കാലത്ത് മരിച്ചുപോയ ഈജിപ്ഷ്യനാണ്. പക്ഷെ അയാൾ ഖത്തറിലായിരുന്നു ബേസ് ചെയ്തിരുന്നത്. അദ്ദേഹമാണ് ഇജ്തിഹാദ് എന്ന് പറയും. ആധുനിക വിഷയങ്ങളിലെ മതപരമായ കൽപ്പനകൾ അല്ലെങ്കിൽ ഫത്വകൾ, മതപരമായ വിധികൾ ഗവേഷണം നടത്തിയിട്ട് മതവിധികൾക്ക് എതിരാവാനും പാടില്ല, എന്നാൽ പുതിയ ലോകത്തോടൊപ്പം പോവുകയും വേണം. അത്തരം വിധികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കൂട്ടത്തിൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത് കുടുംബാസൂത്രണം അനുവദനീയമാണ്, അത് ചെയ്യണം എന്ന് പറഞ്ഞത്. കാരണം കുട്ടികളുടെ ആരോഗ്യം, കുട്ടികളുടെ ഭാവി, കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വളർച്ച അതുകൂടി ഉത്തരവാദിത്തമാണ്. കുട്ടികളെ ജനിപ്പിച്ചാൽ മാത്രം പോരാ. അങ്ങനെയുള്ള അജണ്ടകൾ വന്നു. അപ്പോൾ പതുക്കെയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഈ പ്രസവത്തിലുമൊക്കെ അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്ന ആശുപത്രികളിലല്ലല്ലോ നേരത്തെ വീടുകളിൽ ആശുപത്രിയിൽ പോയി നല്ലതായിട്ട് ചെലവാക്കി ഇതൊക്കെ നോക്കി. ഇപ്പോഴും അങ്ങനെയാണ്. അത് ഇപ്പോഴും വിചാരിക്കുന്നത്, നമ്മളെ ഈ യാഥാസ്ഥിക കുടുംബങ്ങളൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നത് ആശുപത്രിയിൽ പോകുന്ന ഒരു ആഡംബരാന്നാ. പലരും പറയുന്നത്, ഞങ്ങളുടെയൊക്കെ വല്യമ്മമാരൊക്കെ പറയും, ഞങ്ങളൊക്കെ 14 പെറ്റത് ആശുപത്രിയിൽ പോയിട്ടാ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇവർ മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രസവിക്കുക എങ്ങനെയാണെന്ന് അറിയോ? നബീസത്ത് മാല എന്ന് പറയുന്നൊരു മാലയുണ്ട്, ഒരു മാലപ്പാട്ട്.
നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ നമ്പലം പിടിച്ച സ്ത്രീ, നമ്പലം പിടിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവവേദന ആരംഭിച്ച പെണ്ണിന് ചുറ്റും ഇരുന്നിട്ട് ഈ കീർത്തനം പാടും. രണ്ട് അംശമാണ് കേട്ടോ. ഞാനതിലാകെ കാണുന്നത് ഈ വേദന മറക്കാൻ ഒരു താളം ഉണ്ടാവുമല്ലോ, ഒരുമിച്ചിരുന്ന് ഈ സ്ത്രീകള് മനോഹരമായ ഈണത്തിൽ പാടുമ്പോൾ, നല്ല ഈണത്തിലുള്ള ചാടനം. അതെ അതിൻ്റെ അപ്പോൾ ആ ഒരു മറവി സംഭവിക്കുന്നുണ്ടാവും പതുക്കെ. പക്ഷേ വിശ്വാസം അതല്ല, നബീസത്ത് മാല പാടിയാൽ സുഖപ്രസവം നടക്കും എന്ന വിശ്വാസം കൂടി ഉണ്ടായിരുന്നു അതിൽ. ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയാണ്, ആശുപത്രിയിൽ പോകുന്ന പതിവുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷവും ഒരു മതവിധിയുടെ ബലത്തിലൊന്നും അല്ല കുടുംബാസൂത്രണം സ്വീകരിക്കുന്നത്. മതപണ്ഡിതന്മാരോടും പുരോഹിതന്മാരോടും ചോദിച്ചിട്ടല്ല പല കാര്യങ്ങളിലും ജീവിതം നിർണ്ണയിക്കേണ്ടതെന്ന് അവർ തീരുമാനിച്ചതാണ്. ഇവരോട് ചോദിച്ചാൽ ഉത്തരം കിട്ടൂല പല കാര്യങ്ങളിലും. കാരണം മാത്രമല്ല, പുതിയ ലോകത്തിനും പുതിയ കാലത്തിനും നിരക്കാത്ത പലതും അവർ വിധിച്ചുകൊണ്ടേയിരുന്നു. ഫോട്ടോ എടുക്കാൻ പാടില്ല. പ്രസവം ഒരു വലിയ വിഷയമാണ് കേട്ടോ. പെട്ടെന്ന് ഓർത്തതാ, പരീക്ഷത്ത് തമ്പുരാൻ എന്ന് പറഞ്ഞൊരു കൊച്ചി രാജാവ് ഉണ്ടായിരുന്നു. ഈ അങ്ങർക്ക് പരീക്ഷത്ത് എന്നുള്ള പേര് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മക്ക് പ്രസവവേദന തുടങ്ങിയിട്ടും കുട്ടി പുറത്തു വരുന്നില്ല. അന്ന് ഇവിടെ ഒരു ഇംഗ്ലീഷ് ഡോക്ടർ വന്നിട്ടുണ്ട്, ജർമ്മൻ ഡോക്ടർ, കൊച്ചിയിൽ. ഞാനിത് എഴുതിയിട്ടുണ്ട്. അടുത്ത കാലത്ത് ഈ ജർമ്മൻ ഡോക്ടറുടെ കുടുംബത്തിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഞാനിത് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നു. അപ്പൊ ആ കുടുംബത്തിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഗോവയിൽ നിന്നൊരു സ്ത്രീ, ഞാനിത് ഉപയോഗിച്ചോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിഫലം തരാം, എൻ്റെ കുടുംബത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ കഥ, പരീക്ഷത്ത് കഥ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആ ഡോക്ടറുടെ കഥ എന്താണ്? അപ്പോൾ ഈ ഡോക്ടർ എറണാകുളത്ത് അന്ന് ആ കാലത്ത് ആശുപത്രിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഈ ഡോക്ടറെയൊക്കെ തൃപ്പൂണിത്തുറയിൽ ഈ പ്രസവ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഈ സുഖപ്രസവത്തിന് വേണ്ടി ആധുനിക മെഡിസിനൊക്കെ വന്നല്ലോ. അപ്പോൾ കൊണ്ടുപോയിട്ട് ഇയാൾ എത്ര നോക്കിയിട്ട് ഇത് ശരിയായില്ല. അപ്പൊ അവിടെ ഒരു ട്രഡീഷണൽ വയറ്റാട്ടി ഉണ്ടല്ലോ, പേറ്റിച്ചി എന്ന് പറയുന്നത്, അവര് പറമ്പിലേക്ക് പോയിട്ടേ കുറെ പച്ചമരുന്നൊക്കെ കൊണ്ടുവന്നിട്ട് പിഴിഞ്ഞിട്ട് അത് ഈ തമ്പുരാട്ടിക്ക് കൊടുത്തു. അവർ സുഖമായിട്ട് പ്രസവിച്ചു. അപ്പൊ പ്രസവത്തിൽ വലിയ പരീക്ഷണം നേരിട്ടത് കൊണ്ടാണ് പരീക്ഷിത് എന്ന പേര് വന്നത് ജനിച്ചപ്പോൾ തന്നെയല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കുടുംബാസൂത്രണത്തോടെ ഇരട്ടത്താപ്പ് സ്വീകരിക്കുക. ഒരു ഭാഗത്ത് കുടുംബാസൂത്രണം പാടില്ല എന്ന് വാദിക്കുക, എന്നിട്ട് സമുദായത്തോടും സമുദായ നേതാക്കന്മാരോടും ആത്മീയാചാര്യന്മാരോടും ഒന്നും ചോദിക്കാതെ തന്നെ സമുദായം കുടുംബാസൂത്രണം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ രാമേന്ദ്രൻ സാറിന് അറിയാം, മലബാറിലെ ഒരു മുസ്ലിം വീട്ടിലും 3-ലേറെ കൂടി വന്നാൽ 3-ൽ കൂടുതൽ കുട്ടികളുള്ള മുസ്ലിം കുടുംബങ്ങൾ വളരെ കുറവാണ്. അത് എല്ലായിടത്തും വന്നൊരു ബോധത്തിൻ്റെ ഫലമാണ്. അപ്പോഴാണ് നമ്മൾ ഒവൈസി പറയണത്, അല്ല ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഇനി ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും ഇത് മാതൃകാപരമായി സ്വീകരിക്കണം, 3 കുട്ടികളെങ്കിലും വേണമെന്ന് പറയുന്നത് ഒന്നിൽ ഒതുക്കണ്ട. കാരണം ഇല്ല, ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചൈനയിൽ 1 എന്ന് പറഞ്ഞൊരു നിയമം, പാർട്ടി പറഞ്ഞാലും 1 പറ്റുള്ളൂ, അല്ലേ? അതെ അത്രേ പറ്റുള്ളൂ. അത് പുലിവാല് പിടിച്ചു പിന്നെ ചൈന, പിന്നെ അത് ലിബറലൈസ് ചെയ്തു, വലിയ പ്രശ്നമായി. അല്ല, നാം ഒന്ന് നമുക്കൊന്ന് എന്നാണ് ഇപ്പൊ പുതിയ മുദ്രാവാക്യം. അത് പക്ഷേ വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികളുടെ സ്വഭാവത്തെ വേണ്ടാന്ന് വെക്കുന്ന ആളുകളുണ്ടല്ലോ, ഒട്ടും വേണ്ടാന്ന് വെക്കുന്നത്. വന്ന് 0 ആണ്, നാം 1 നമുക്ക് 0 ആണ്. അപ്പോൾ അത് വലിയ അപകടം ഉണ്ടാക്കും. അത് നമ്മുടെ സാമൂഹിക സ്വഭാവത്തിൽ, കുട്ടികളുടെ പെരുമാറ്റത്തിൽ, മാനസികാവസ്ഥയിൽ ഒക്കെ ഉണ്ടാക്കുന്ന ഭാവി തലമുറയെക്കുറിച്ചുള്ള ആശങ്കകളാണ്. അപ്പോൾ 3 കുട്ടികൾ വേണമെന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് പറഞ്ഞത്, ഹിന്ദുക്കളോട് മാത്രമൊന്നുമല്ല. അപ്പോൾ ആ സമയത്ത് ഫെമിനിസ്റ്റ് ആവുകയാണ് ഇപ്പോൾ ഇദ്ദേഹം. അല്ല, അങ്ങനെ 3 എന്ന് പറയുമ്പോൾ ഒവൈസിയുടെ ആശങ്ക അങ്ങേർക്ക് ഈ 6 എന്നുള്ളത് 3 ചുരുക്കേണ്ടി വരും എന്നായിരിക്കും ആശങ്ക. തീർച്ചയായിട്ടും. എന്തായാലും നല്ല സബ്ജക്റ്റാണ്. മോഹൻ ഭഗവത്തിന് ഒവൈസിയുടെ ഉപദേശം വല്ലാത്ത ഉപദേശമാണത്. തനിക്ക് ബാധകമല്ലാത്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആനിൽ ഏറ്റവും വിഖ്യാതമായൊരു വാക്യമുണ്ട്, ലിമ തക്കൂലൂന മാലാത്ത ഫാലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നാവെടുത്ത് മിണ്ടിപ്പോകരുതെന്ന. ഈ ഉവൈസി ആദ്യം ആ വാക്യം ഒന്ന് എടുത്തിട്ട്, അതിന് അയാൾക്ക് വല്ല ഖുർആനും അറിയാമോ മാഷെ? എനിക്കറിഞ്ഞൂടാ. ഈ മനുഷ്യനെ പറ്റിച്ച് വോട്ട് വാങ്ങി വർഗീയത പ്രസംഗിച്ച് നാട് നശിപ്പിക്കുക, ആ ആളുകൾ ഇമാതിരി അശാസ്ത്രീയ സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തിട്ട് വാടകയ്ക്ക് കൊടുക്കുക, ഇതൊക്കെയല്ലേ അയാളുടെ പരിപാടി. ശരി, ഏതായാലും അദ്ദേഹം എക്സ്പോസ്ഡ് ആയി. കുറെ കൂടി കൃത്യമായി ഇന്ത്യ അദ്ദേഹത്തെ തിരിച്ചറിയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.